പ്രിയമുള്ളവരെ, ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ EK വിഭാഗം സംസ്ഥയുടെ പണ്ഡിതന്മാരും കൂടെ പ്രത്യേകമായി ബൂർഷ്വാ പദവിയും പൗരോഹിത്യവും നൽകപ്പെട്ട ഒരു വ്യക്തിയാണ് പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത്. പാണക്കാട് തങ്ങന്മാർക്ക് മറ്റ് തങ്ങന്മാരെക്കാളും പ്രത്യേകതയുണ്ട് എന്ന ദീനീ വിരുദ്ധമായ വിവേചന അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടാണ് മതപണ്ഡിതന്മാരെന്ന് പറയുന്നവർ തന്നെ ഉന്നയിക്കുന്നത്. അഹ്ലുൽ ബൈത്ത് എന്ന നിലക്ക് പാണക്കാട് പണ്ഡിതന്മാർ ആദരണീയരാണ്. ലോകത്തുള്ള ഏതൊരു തങ്ങളുട്ടിയും ആദരണീയരാണ്. അതിനേക്കാൾ ഇവർക്ക് പവറുണ്ട് എന്ന് പറയുന്നത് മറ്റ് തങ്ങന്മാരെ അവഹേളിക്കുന്നതിന് സമാനമാണ്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ ലീഗ് അവരുടെ ബൂർഷ്വാ നയം, പൗരോഹിത്യ നയം, ഇങ്ങനെയാണല്ലോ ചില ആളുകൾക്ക് പ്രത്യേകമായ പൗരോഹിത്യം കൽപ്പിക്കുക. അവരെ പക്കൽ നിന്ന് തെറ്റ് വന്നാലൊന്നും പ്രശ്നമില്ല, മറ്റുള്ളവരൊക്കെ ചെറിയ ഒരു തെറ്റ് ചെയ്താൽ പോലും ശിക്ഷിക്കപ്പെടുക. ഈ രീതിയിൽ ലീഗ് അവരുടെ രാഷ്ട്രീയ മേന്മയ്ക്ക് വേണ്ടി ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച ഒരു പദവിയാണ് പാണക്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് പാണക്കാട് തങ്ങന്മാർക്ക് പ്രത്യേകത ഉള്ളത് എന്നതിന് തെളിവ് എന്ന് ലീഗുകാരോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, അതങ്ങനെയാണ്, എല്ലാവരും അംഗീകരിക്കുവാണ് പറയുന്നത്. മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ നേതാവാണ്. അതേസമയം സർവ അലവലാദികളോടൊപ്പം ഇരിക്കും ചെയ്യും. ഇങ്ങനെ തെളിവൊന്നുമില്ലാതെ അത് കണ്ണുരുട്ടി പേടിപ്പിച്ച് അംഗീകരിപ്പിക്കുക, ആ രീതിയാണ് ഇവർ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇതുവരെയും ഉപയോഗിച്ചു വന്നിരുന്നത്. ഇതിൽ വിവരമില്ലാത്ത ലീഗുകാരോട് കൂടെ ഈ EK വിഭാഗത്തിലെ പണ്ഡിതന്മാരും ചേർന്നു എന്നുള്ളതാണ്. പലരും പറയാറുണ്ട് ഇവർക്ക് പ്രത്യേകത ഉണ്ട് എന്ന്. തെളിവ് അവരും ഉന്നയിക്കാറില്ല. അപ്പോൾ സാധാരണ ജനങ്ങൾ ലീഗുകാരല്ലാത്തവരുമായി ഇടപഴകുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കും, എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവർക്ക് സ്ഥാനമുണ്ട് എന്ന്. അപ്പോൾ ഇത് തൗറാത്തിലെ നിയമറ്റായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനോ ചർച്ച ചെയ്യാനോ പോകാതെ അവർക്ക് സ്ഥാനമുണ്ട് എന്നാണ്ട് ഉറപ്പിച്ച് ഇവർ പറഞ്ഞ് അംഗീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കണ്ണുരുട്ടിൽ വരും. ആ രീതിയിലാണ് ഇവരുടേതായ മുന്നേറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നാണ് പറയാൻ. യഥാർത്ഥത്തിൽ ലീഗുകാർ അംഗീകരിക്കുന്നുണ്ടായിരിക്കും അവരുടെ നേതാവായിട്ട്. മറ്റുള്ള ലീഗുകാരല്ലാത്ത ആരും തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ആത്മീയ നേതാവായിട്ടോ അല്ലെങ്കിൽ നിയമത്തിന് അതീതനായിട്ടോ ഉള്ള ഒരാളായി പാണക്കാട്ടെ ഒരു തങ്ങളെയും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ശരി. പൂക്കോയ തങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ കുറച്ചൊരു അംഗീകാരം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ തങ്ങൾ പദവി മഹത്വത്തോടുകൂടെ സൂക്ഷിച്ചിരുന്നു. പക്ഷെ അവരാണെങ്കിലും ശരി, വേറെ തങ്ങന്മാരെക്കാളും അവർക്ക് പവറുണ്ട് എന്ന് പറയുന്നത് ദീനി മസ്അലക്ക് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ച റൂട്ടിനെതിരാണ്. അപ്പം ഇവരിങ്ങനെ പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിരുന്ന ഈ കാര്യം ഇപ്പം അടുത്താണ് പ്രശ്നമായത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു പാണക്കാട് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം നടത്തി. അതോടുകൂടി ഇവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പാണക്കാട് തങ്ങളെ വിമർശിച്ചു. വിമർശനത്തിന് അതീതനാണ് അദ്ദേഹം. ഇത് എവിടെ നിന്ന് പറഞ്ഞതാണ്, എവിടെയുള്ള നിയമമാണ്? ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ ഭരണഘടനയിലുള്ള ആറ്റാണോ പ്രത്യേകമായിട്ട്? ജമ്മു കാശ്മീരിന് പ്രത്യേകമായ പദവി നൽകിയതുപോലെ ഈ പറയപ്പെട്ട കുടുംബത്തിന് പ്രത്യേക പദവി ഉണ്ടെന്ന് ഭരണഘടനയിലുണ്ട് എന്ന് തോന്നും ഇവർ പറയുന്നത് കേട്ടാൽ. അപ്പോൾ അതോടുകൂടെ ഇളകി. അങ്ങനെ ചർച്ചയായപ്പോൾ അവസാനപ്പോൾ അവർ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം തങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്നുള്ളത് എന്നാ പറയുന്നത്. എന്താ തെളിവ്? ഒന്നുമില്ല. അപ്പോൾ വീണ്ടും തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം വിമർശനത്തിന് വിധേയമാകും, അതീതനല്ല. അത് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു അദ്ദേഹത്തിന് ലീഗിൻ്റെ സ്ഥാനം ഉണ്ട് എന്നുകൊണ്ട് മാത്രമല്ല, ഇനി അദ്ദേഹം ലീഗിൻ്റെ സ്ഥാനം വിട്ടു വന്നാലും അതിൽ ഇന്ത്യയിലൊരു മെമ്പറാണ് അദ്ദേഹം, ഒരു പൗരനാണ്. അന്നേൽക്ക് എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അദ്ദേഹത്തിനുള്ളൂ. ആ സ്ഥാനം വിട്ടു വന്നു എന്നതുകൊണ്ട് വിമർശനത്തിന് അതീതനാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ആ സ്ഥാനം ഇല്ലാത്തവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിവേചനമല്ല. ഇന്ത്യയിലെ ഏതൊരു മനുഷ്യനുമുള്ള പ്രിവിലേജ് ഉണ്ട്. അവരാരും നിയമത്തിന് അതീതരല്ല. എല്ലാവർക്കും മാനുഷിക പരിഗണന എന്ന നിലക്ക് ഒരേ സ്ഥാനമാണ് പൊതുസമൂഹത്തിലുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം, ലീഗുകാർ ഇതുവരെ ചെയ്തു വന്നിരുന്ന എല്ലാവരുടെയും നേതാവ്, എല്ലാവരും അവർ പറഞ്ഞ് അംഗീകരിക്കണം എന്ന തിട്ടൂരം
പൊതുസമൂഹത്തിൻ്റെ പേരിലും കൂടി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത്. അത് ചീറ്റിപ്പോയിരിക്കുകയാണ്. അതായത് മുസ്ലിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരുടെയും ആത്മീയ നേതാവാണെന്ന്. അപ്പോൾ അറിയാത്ത ആളുകൾ തൗറാത്തിൽ എഴുതി വെച്ചതാണെന്ന് വിചാരിച്ചത് അംഗീകരിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അതിൻ്റെ വസ്തുത കാര്യം ഒന്നും അറിയില്ല. ആണ് എന്ന് പറയുമ്പോൾ ആണ്. പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് പുറത്തേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാവർക്കും ബാധകമാണ് എന്ന നിലക്കുള്ള ഒരു വ്യാപകാർത്ഥത്തിലുള്ള ഒരു പ്രചരണം, അത് അവരുടെയും കൂടെ മേൽ ബാധകമാകാൻ, കാരണം ഇദ്ദേഹം വിമർശനത്തിന് അതീതനാണ് എന്ന ഒരു ഇല്ലാത്ത നിയമം എഴുതിയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതിൻ്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല. വിമർശനത്തിന് വിധേയമാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞതിലൊരു അപാകത ഉണ്ട്. ലീഗ് അധ്യക്ഷനായിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അദ്ദേഹം വിമർശനത്തിന് വിധേയമാണ്. ലീഗ് അധ്യക്ഷനല്ല, ഏതൊരാളും വിമർശനത്തിന് വിധേയനാണ്. അതാണ് മുഖ്യമന്ത്രിയെ തിരുത്തിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള തിട്ടൂരം ഇവിടെ പൊതുസമൂഹത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ഉള്ള ലീഗിൻ്റെ ശ്രമം പാളിപ്പോയിരിക്കുകയാണ്. ഈ നയം ഇവർക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗിൻ്റെ വേദികളിലും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുടെ ഇടയിലും അതുപോലെ ചേളാരി സമസ്തയിലെ പണ്ഡിതന്മാർക്കിടയിലും മാത്രമാണ്. അവർ ഇവർക്കനുസരിച്ച് മതം വളച്ചു കൊടുത്തുകൊള്ളും. എന്നാൽ യഥാർത്ഥ മതത്തിൻ്റെ ആളുകൾ എല്ലാവർക്കും ഒരേ സ്ഥാനമാണുള്ളത്. അഹ്ലുബൈത്തിന് ഇസ്ലാമിൽ പ്രത്യേകമായ സ്ഥാനമുണ്ട്. ആ ഒരു സ്ഥാനം അവർക്കുണ്ട് എന്നല്ലാതെ ലോകത്തെല്ലാമുള്ള തങ്ങന്മാരിൽ വെച്ച് ഏറ്റവും മഹത്തുള്ള കബീലയും കുടുംബവുമാണ് ഇത് എന്ന് ഇവർ പറഞ്ഞ് ജൽപ്പിച്ചുണ്ടാക്കി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഇതുവരെ കൊണ്ടുവന്ന് വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു ഉപാധി എന്നതിലുപരി വേറെ ഒന്നുമല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. ഇതിപ്പോൾ സംഭവിച്ചത് നമ്മൾ സന്ദീപ് വാര്യർ വന്നപ്പോഴും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല, പരിഗണിക്കുന്നു എന്ന വിഷയം വന്നപ്പോഴാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ ചേളാരി പണ്ഡിതന്മാരുടെ കീഴടകമായ ഒരു SKSSF എന്ന സംഘടന ഉണ്ട്. അവർ മുഖ്യമന്ത്രിയെ ചൊറിയാൻ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി വെറുപ്പാണ് പ്രകടിപ്പിക്കുന്നതെന്ന്. എന്നാൽ അദ്ദേഹം ഈ നിയമത്തിന് അതീതനാണ് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ തങ്ങൾ ചെയ്യുന്ന നടപടി അത് ഞങ്ങളുടെ സംഘടനയ്ക്കെങ്കിലും എതിരാണെന്ന് പറയാനുള്ള ആണത്തം നട്ടെല്ല് ആ സംഘടനയ്ക്കുണ്ടോ? ജമാഅത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ അംഗീകരിക്കുന്നത് പോലെയാണ് എന്നേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അതേസമയം അവരുടെ പുസ്തകം പ്രകാശനം ചെയ്യുക വഴി അവരിലേക്ക് ലയിച്ചു ചേരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ തങ്ങളുടെ നടപടി തെറ്റാണെന്ന് പറയാൻ ഇവരെ കൂടെയുള്ള ആളുകൾ അതിനെതിരെ ഒന്ന് നാവനക്കാനുള്ള ത്രാണി പോലും ഇല്ല എന്നതാണ് കഷ്ടം. കാരണം അവരിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാണക്കാടിൻ്റെ ആ പോരിശയിലേക്ക് തിരിച്ചു വന്ന് പഴയകാലത്തുള്ള ആ ആനുകൂല്യങ്ങളൊക്കെ പറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടക്കാലത്ത് കുറച്ച് വിമർശനങ്ങളെ കൊണ്ട് എതിരായ വീക്ഷണങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ ജമാഅത്തുകാരെ പോലെ ജമാഅത്തുമാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞതിനെ എതിർക്കുന്ന നിങ്ങൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളും മാസികകളും അനുസ്മരണ ഗ്രന്ഥങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്നതിലും പ്രസാധനം നടത്തുന്നതിലും പ്രചാരണം നടത്തുന്നതിലുമൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പറയാനുള്ള ഒരു ശേഷിയാണ് നേടിയെടുക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ സംബന്ധമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണത്തിൽ യാതൊരു തെറ്റും കാണാത്തത് ഇരട്ടത്താപ്പ് കാപഢ്യം എന്നത് മാത്രമാണ് എന്നാണ് ഇവിടെയുള്ള ചിന്താശേഷിയുള്ളവർക്ക് പറയാനുള്ളത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന സംഘി വിഭാഗത്തിൻ്റെ നാവായിരുന്ന മറ്റുള്ള ആളുകൾ ആരും കേരളത്തിൽ പറയാത്ത രീതിയിൽ മുസ്ലിം സമുദായത്തെയും അവരുടെ ആരാധനാലയങ്ങളെയും ഇസ്ലാമിക വിഷയങ്ങളെയുമൊക്കെ നഖശിഖാന്തം എതിർത്തിരുന്ന ഒരു മനുഷ്യൻ അവരുടെ കൺവെൻഷനിൽ മുന്നിലെ സീറ്റിൽ ഒരു കസേര കിട്ടിയില്ല എന്നതിൻ്റെ പരാതി അടിസ്ഥാനത്തിൽ ഈ പറയപ്പെട്ട ലീഗിൻ്റെ ഒപ്പമുള്ളൊരു പാർട്ടിയിലേക്ക് വന്നു. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റും പൊറുക്കപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. അതിന് എന്തൊക്കെയാണ് തെളിവുകൾ? തെറ്റ് തിരുത്തി വന്നാൽ ഖലീഫ ഉമറിൻ്റെ സ്ഥാനം കൊടുക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫ ഉമറിനെ ചേർത്ത് പിടിച്ചില്ലാണ്. ഖലീഫ ഉമർ അപ്പുറത്തുള്ള ജാഹിലിയത്തും ആ ശിർക്കും വിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് സ്വീകരിച്ചത്. ഇദ്ദേഹം എന്തൊരു നടപടിയാണ് തിരുത്തിയിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അദ്ദേഹം തിരുത്തിയതായി പ്രസ്താവിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നു,
എന്ന് പറയിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. അതൊന്നും കൂടാതെ പാണക്കാട് വന്നതോടുകൂടെ എല്ലാം ശുദ്ധമായി എന്ന മനോഭാവത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനെതിരെ ഏറ്റവും അധികം ഒച്ച വെച്ച ഒരാളാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അദ്ദേഹം തെറ്റ് തിരുത്തി ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ പരിഗണിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ പറയപ്പെട്ട എല്ലാത്തിനും പാണക്കാട് പോയിട്ട് കുമ്പസരിച്ചാൽ അത് പരിഹാരമാകുമെന്നാണ്. ഇതുവരെ പറഞ്ഞ തെറ്റുകളൊന്നും തിരുത്താതെ, തിരുത്തല്ല, അദ്ദേഹം RSSന് ഭൂമി കൊടുക്കാമെന്ന് ഒന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് വിട്ടിട്ടില്ല. അവിടുത്തെ കസേര തിരിച്ചു കിട്ടിയാൽ അങ്ങോട്ട് പോകാം, തെറ്റൊന്നും തിരുത്താൻ തയ്യാറില്ല. പക്ഷേ പാണക്കാട് വന്ന് കുമ്പസരിച്ചാൽ ഇതെല്ലാം പരിഹരിക്കുമെന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹം അംഗീകരിക്കില്ല. അത് വേറെ ചില മതവിഭാഗക്കാർക്കാണ്. അച്ഛന്മാർ കുമ്പസാരം സ്വീകരിക്കലും അവരെ തെറ്റുകളൊക്കെ അവിടെ ഏറ്റുപറഞ്ഞാൽ മതിയെന്ന്. മാത്രമല്ല മറ്റൊരു തങ്ങളെയും അദ്ദേഹം ഇന്ന് പോയി കണ്ട് ഭരണഘടന സമ്മാനിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഇദ്ദേഹത്തിന് ഭരണഘടനയോട് സ്നേഹം തോന്നിയതെന്നറിയില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനത്ത് മനുസ്മൃതി സ്ഥാപിക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. ഇത്രമാത്രം അപകടകരമായ ചർച്ച നടത്തിയ ഒരാൾ പെട്ടെന്ന് ഇങ്ങോട്ട് മെമ്പർഷിപ്പ് മാറിയപ്പോഴേക്കും അദ്ദേഹം തൗബ ചെയ്തു, ഉമറുൽ ഖത്താബിൻ്റെ സ്ഥാനത്തെത്തി, ആ രീതിയിൽ പരിഗണിക്കണമെന്ന് പറയാൻ പറ്റില്ല. തെറ്റെല്ലാവർക്കും സംഭവിക്കാം. പക്ഷേ അതൊക്കെ ഓരോന്നോരോന്ന് ഈ മുസ്ലിം സമുദായത്തെ ഇദ്ദേഹം വേദനിപ്പിച്ചതുപോലെ വേറൊരു BJP നേതാവും വേദനിപ്പിച്ചിട്ടില്ല ചർച്ചകളിലൊന്നും. അങ്ങനെയുള്ള ആ ചർച്ചകളൊക്കെ ഞാൻ അതിൽ നിന്നും രാജിയായി, അതൊക്കെ ഞാൻ ക്ഷമാപണം നടത്തുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു എന്ന് ഒരാൾ പറഞ്ഞല്ലോ തൗബ ചെയ്തിക്കണമെന്ന്. ആ തൗബ ആരും കേട്ടിട്ടില്ല. അവിടുത്തെ പാണക്കാട്ടെ കുമ്പസാരം കൊണ്ട് അത് പരിഹരിക്കപ്പെടില്ല. കണ്ണുരുട്ടി ഒതുക്കപ്പെട്ട തങ്ങൾക്ക് ഭരണഘടനയുടെ കോപ്പി കൊടുത്തുകൊണ്ടൊന്നും ഇത് പരിഹരിക്കപ്പെടുകയില്ല. കുമ്പസരിച്ചത് കൊണ്ട് അവരുടെ മുന്നണിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. അതിന് തെറ്റ് പൊതുസമൂഹത്തോട് തന്നെ ഏറ്റുപറയണം. ഇവർ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകത വീണ്ടും വീണ്ടും പറഞ്ഞ് സ്ഥാപിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പാണക്കാട് ഒരുപാട് തങ്ങന്മാരുണ്ടല്ല, ഏത് തങ്ങന്മാർക്കാണ് ഈ പവർ ഉള്ളത്? അവർ കൽപ്പിക്കുന്ന പവർ നമ്മളെ മൊയ്യീൻ തങ്ങൾക്കില്ലേ? അദ്ദേഹത്തെ എന്തൊക്കെ അശ്ലീലങ്ങളാണ് റാഫി വിളിച്ചത്. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ലേ? അവിടെ ആത്മീയത ചോർന്നു പോയിട്ടില്ലേ? അപ്പോൾ അതൊന്നുമല്ല, അതിൽ ഇരട്ടത്താപ്പാണ് ഇവർക്ക്. പാണക്കാട്ട് തങ്ങന്മാരെ ആദരിക്കുക എന്നുള്ളതല്ല, ലീഗ് അധ്യക്ഷ പദവിയിൽ ഒരാളുണ്ടാവുമ്പോൾ അദ്ദേഹം ഉണ്ടാവുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക, അത് തന്നെ പാണക്കാട് തങ്ങൾ. പിന്നെ മറ്റുള്ള തങ്ങന്മാർക്കൊന്നും അങ്ങനെ പവർ ഇല്ല എന്നാണല്ലോ മൊയ്യീനിനെ അങ്ങനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ലീഗ് അധ്യക്ഷനാവുക എന്ന ഒരൊറ്റ മൂലി മാത്രമാണ് ഈ പറയപ്പെട്ട ആത്മീയ പവറിന്, ഈ പൗരോഹിത്യത്തിന് ഇവർ നൽകുന്ന വില, അംഗീകാരം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇതുവരെ വേറെ ആളായിരുന്നു, പിന്നീട് മറ്റേ ആളായി. അങ്ങനെ ആരൊക്കെയാണോ ലീഗ് നേതൃത്വ പദവിയിൽ വരുന്നത് അവർക്ക് ഈ സ്ഥാനമുണ്ട് എന്ന് കൽപ്പിതമായ ഒരു ചരിത്രം ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ചു ഇതുവരെ. ഇനി പൊതുസമൂഹത്തിൻ്റെ മേലും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തോടുകൂടെ പാളി ചീറ്റിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്താപ്പ് എല്ലാവരും തിരിച്ചറിയണം. ഈ അംഗീകാരം ചിലപ്പോൾ ലീഗിൻ്റെ അണികളിലും ചേളാരി അണികളിലും കിട്ടിയെന്ന് വന്നേക്കാം. ഇദ്ദേഹം നിയമത്തിന് അതീതനായിട്ടാണ് നിലനിൽക്കുന്നത് ലീഗിലും, അതുപോലെ ഇവരുടെ പണ്ഡിത സംഘടന എന്ന് പറയുന്ന EK വിഭാഗത്തിലും. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് സമസ്തയുടെ നയമുണ്ട് എന്ന് പറയുന്നൊരു വിഭാഗമാണെന്ന് അവർ അവകാശപ്പെടുന്നു. ആ സമസ്തയുടെ രൂപീകരണത്തിന് കാരണക്കാരനായ, ഈ രാജ്യത്ത് എല്ലാവിധ ഫിത്നകളും കൊണ്ടുവന്ന KM മൗലവി എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചുള്ള മദ്ഹ് കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം, അത് പ്രകാശനം ചെയ്തത് ഈ പറയപ്പെട്ട തങ്ങളാണ്. ആ തങ്ങൾ അപ്പം എന്താണ്, അദ്ദേഹത്തിന് സമസ്തയുടെ നയമുണ്ട് എന്ന് പറയുന്നവർ അദ്ദേഹത്തെ ആ സെക്കൻഡിൽ പുറത്താക്കേണ്ടതാണ്. സമസ്തയിൽ അദ്ദേഹം കയറിക്കൂടാത്തതുകൊണ്ട് വിഷമമുണ്ടെങ്കിലും അതിൻ്റെ കീഴടങ്ങളിൽപ്പെട്ട 2 താക്കോൽ സ്ഥാനങ്ങളിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ആ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്, അതായത് ഒരു മരത്തുമ്മ കയറിയിട്ട് ആ കൊമ്പുമ്മ കയറി ഇരുന്നിട്ട് അതിൻ്റെ അടി വെട്ടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ എന്താ അയാളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്തത്? അത് നിയമത്തിന് അതീതനാണ്. അത് അടുക്കളയിൽ പോയി പറയേണ്ടി വരും എന്ന് മാത്രമാണ് ഇവരോട് പറയാനുള്ളത്. അതേസമയം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ മതത്തിൻ്റെ ഒരു വിധി ഒരു വിഷയത്തിൽ പറഞ്ഞപ്പോഴേക്കും ഷോക്കോസ് നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അവിടെ ബൂർഷ്വാസിസമില്ല, അവിടെ പൗരോഹിത്യമില്ല, അത് സാധു മുസ്ലിയാരാണ്, നിയമത്തിന് വിധേയനാണ്, ഇദ്ദേഹം നിയമത്തിന് അതീതനാണ്. അതൊക്കെ നിങ്ങളുടെ പുരയിൽ വെച്ചാൽ മതി എന്നാണ് യഥാർത്ഥ സുന്നികൾക്ക്, യഥാർത്ഥ ആദർശവാദികൾക്ക് പറയാനുള്ളത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഘടനയുടെ കീഴടങ്ങളുടെ
മേധാവിയാണ് എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹമാണ് സമസ്തയുടെ ആശയത്തിന് കത്തിവെക്കാൻ വേണ്ടി മരിച്ച കെ മൗലവിയുടെ പുസ്തകവും വഹാബികളുടെ പുസ്തകവും അവരുടെ പരിപാടികളും ഒക്കെ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ പല പരിപാടികൾക്കും പോകുന്നത്. എന്നിട്ടും പറയുന്നു ഈ പോഷക സംഘടനകളുടെ മാതൃക സംഘടനയായ ഞങ്ങളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ യഥാർത്ഥ അവകാശികളെന്ന്. കറാമത്ത് കൊണ്ടെങ്ങാനും വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഹയാത്താവുകയാണ് എങ്കിൽ ഈ പറയപ്പെട്ട ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ച് വലിച്ചെറിഞ്ഞതിന് ശേഷമേ അദ്ദേഹം വീണ്ടും തിരിച്ചു പോകുള്ളൂ എന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രമാത്രം അദ്ദേഹത്തിൻ്റെ പേരിൽ മുതൽപ്പെടുത്തുന്നു. ഞങ്ങൾ വരക്കൽ തങ്ങളുടെ ആദർശമാണ്, സുന്നികൾ വേറിട്ട് നിൽക്കണം, വഹാബികളെ പ്രതിരോധിക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അതേസമയം ഞങ്ങളുടെ കീഴടങ്ങളുടെ 2 സ്ഥാനത്തിരിക്കുന്ന നേതാവ് ആ KM മൗലവി എന്ന് പറയുന്ന സമസ്ത ഉണ്ടാക്കാൻ തന്നെ കാരണക്കാരനായ തൗഹീദിൻ്റെ പേരിൽ രാജ്യത്ത് ഫിത്ന കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പ്രശംസിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ഇങ്ങനെ 2 തോണിയിലും കാലിട്ട് നിൽക്കുന്ന, രണ്ടും വേണമെന്ന് അവകാശപ്പെടുന്ന, അത് ചെയ്യുമ്പോൾ വരുന്ന തെറ്റ് എനിക്ക് ശരിയും തെറ്റും ബാധകമല്ല എന്ന് പറയുന്ന ഈ പൗരോഹിത്യം ഒരിക്കലും മുസ്ലിം കേരളം അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അള്ളാഹു വസ്തുതയായി മനസ്സിലാക്കി അഹ്ലു ബൈത്തിനെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും അഹ്ലുബൈത്തിൻ്റെ ഇടയിൽ വിവേചനമില്ലാതെ അവരുടെ പവർ അംഗീകരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.